ഹലോ ഗൈസ്, ജെഫോടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഭയങ്കര ഉപകാരമുള്ളൊരു വീഡിയോ ആണ്. അപ്പം ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനകത്ത്, യൂട്യൂബ് ചാനലിനകത്ത് ബേസിക് ആയിട്ട് ചെയ്ത് വെക്കേണ്ട കുറേ സെറ്റിങ്സ് ഉണ്ട്. അതായത് അത് ചെയ്ത് വെക്കാത്തടത്തോളം കാലം ഒരിക്കലും നിങ്ങളുടെ ചാനൽ പ്രോഗ്രസ് ആകുന്നതല്ല, അതായത് ആ ചാനലിലോട്ട് വ്യൂ വരുന്നതല്ല. അങ്ങനെ ഒരുപാട് ചെയ്ത് വെക്കേണ്ട സെറ്റിങ്സ് ഉണ്ട്. ആ സെറ്റിങ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മളിത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മോണിറ്റൈസേഷൻ ആയ ആളാണെങ്കിലും, അതായത് മോണിറ്റൈസേഷൻ ആയ ചാനലാണെങ്കിലും മോണിറ്റൈസേഷൻ ആകാത്ത ചാനലാണെങ്കിലും ഒരേപോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ രണ്ട് കൂട്ടരും കറക്റ്റായിട്ട് ഈ വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഉപകാരം ഉണ്ടാവും. ഒരുപാട് സെറ്റിങ്സ് ഉണ്ട്. നമുക്ക് നമ്മുടെ ബേസിക് ആയിട്ട് ചെയ്ത് വെക്കേണ്ട, നിർബന്ധമായിട്ട് ചെയ്ത് വെക്കേണ്ട സെറ്റിങ്സ് ഉണ്ട്. ഈ സെറ്റിങ്സ് ചെയ്യാത്തില്ല യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷൻ നിങ്ങളുടെ ചാനലിലോട്ട് വരില്ല. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഗൈസ്, അതിനായി നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, നമ്മുടെ ക്രോം ബ്രൗസർ നമ്മൾ ഓപ്പൺ ആക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ക്രോം ബ്രൗസർ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ക്രോം ബ്രൗസർ ഓപ്പൺ ആക്കി കഴിയുന്ന സമയത്ത് നമുക്ക് ആദ്യം നമ്മൾ അടിക്കേണ്ടത് YT സ്റ്റുഡിയോ എന്നാണ്. അതായത് youtube-studio.com നമ്മൾ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്, എങ്ങനെയാണ് ക്രോം ബ്രൗസറിലോട്ട് കയറുന്നത് എന്നുള്ള ഡൗട്ട് ഉണ്ട്. അത് ആദ്യം നമുക്ക് പരിഹരിക്കാം. ആദ്യം ക്രോം ബ്രൗസർ എടുക്കുക. ക്രോം ബ്രൗസറിലോട്ട് നമ്മൾ അവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ എടുത്ത് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് അടിക്കുക, ജസ്റ്റ് അടിക്കുക. അങ്ങനെയാണ് നമ്മൾ ക്രോം ബ്രൗസറിൽ യൂട്യൂബിൽ കയറുന്നത്. അതിൻ്റെ അകത്ത് കയറാൻ അറിയാത്ത ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അടിച്ചതിന് ശേഷം, നമ്മൾ കയറിയതിന് ശേഷം നമ്മൾ നേരെ ഇവിടെ ലോഗിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം, ലോഗിൻ. അപ്പോൾ ആ ലോഗിൻ്റെ അകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിലോട്ട് പോകുന്നതായിരിക്കും. അതായത് ക്രോം ബ്രൗസറിൽ കാണുമ്പോൾ ഒറ്റ പേജിൽ തന്നെ നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ സെറ്റിങ്സ് ചെയ്യുന്നതാണ് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഓണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ഇവിടെ ഒരുപാട് സെറ്റിങ്സ് ഉണ്ട്. ഞാൻ സൂം ചെയ്ത് കാണിച്ചിട്ട് എന്നാലും നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇവിടെ ഒരുപാട് സെറ്റിങ്സിൻ്റെ ഓപ്ഷനൊക്കെ കാണാം. നമ്മൾ പല പ്രാവശ്യമായിട്ട് പല രീതിയിലുള്ള സെറ്റിങ്സുകളൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ബേസിക് ആയിട്ട് ചെയ്യേണ്ട, അതായത് നിർബന്ധമായിട്ട് നമ്മളൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ ആ യൂട്യൂബ് ചാനൽ ആദ്യം തന്നെ ചെയ്ത് വെക്കേണ്ട സെറ്റിങ്സ് ആണ്. അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് ഒന്നും പലരും ചെയ്ത് വെക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് ഇങ്ങനെ കിടന്ന് കരയും, അയ്യോ എൻ്റെ ചാനൽ വ്യൂ ഇല്ലേ, എൻ്റെ കാര്യം നടക്കുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്നതാണ്. പക്ഷേങ്കിൽ നമ്മുടെ ചാനൽ ഗൈഡൻസ്, അതായത് നമ്മുടെ ചാനലിൽ ഞാൻ ചാനൽ ഗൈഡൻസ് ചെയ്ത് കൊടുക്കുന്ന എല്ലാവരുടെയും ജിമെയിൽ ഐ ഡി പാസ്വേഡ് എൻ്റെ അടുത്തുണ്ട്. ഞാൻ കയറിയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ ഈ കാര്യങ്ങൾ, എൻ്റെ ചാനൽ വരുന്ന ആൾക്കാർക്ക് ആദ്യം തന്നെ ഞാൻ അവരുടെ പാസ്വേഡ് കിട്ടിയ സമയത്ത് അവരുടെ ചാനൽ കയറിയിട്ട് ആദ്യം തന്നെ ഞാൻ ചെയ്ത് വെക്കുന്നൊരു സെറ്റിങ്സ് ആണിത്. ഓക്കെ, അപ്പം ഞാൻ ഇത് ഓപ്പൺ ആക്കി. അപ്പം നമുക്കിത് ഇവിടെ നിന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിയുമ്പം നമുക്ക് അടിയിലോട്ട് പോയി കഴിയുമ്പോഴേ നമുക്കിവിടെ ഒരു സെറ്റിങ്സ് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അതായത് ഇവിടെ കാണാം, ഇത് കണ്ടോ, ഒരു സെറ്റിങ്സിൻ്റെ ഒരു ക്ലിപ്പ് ഏറ്റവും അടിയിൽ നിങ്ങൾക്ക് കാണാം. സെറ്റിങ്സിൻ്റെ ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് കാണാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ ജനറൽ സെറ്റിങ്സ്, ചാനൽ, അപ്ലോഡ് ഡിഫിക്കൽസ്, പെർമിഷൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സെറ്റിങ്സ്. ഇവിടെയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് വെക്കേണ്ടത്. പലരും ചെയ്ത് വെക്കാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, ജനറലിനകത്ത് നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് ഗൈസ് $, അതായത് നിങ്ങളുടെ ഡോളർ ഏതാണോ, നിങ്ങൾ കറൻസി ഏതിലാണോ നിങ്ങൾ സെലക്ട് ചെയ്ത് വെക്കുന്നത്. നിങ്ങൾ ഇതിൻ്റെ അകത്ത് $, ആയിരിക്കും ഇപ്പോൾ പെർമനൻ്റ് ആയിട്ട് ഉണ്ടാവുക. അത് അവിടെ തന്നെ കിടന്നോട്ടെ. പിന്നെ അറിയാത്ത ആൾക്കാർ, അതായത് മോണിറ്റൈസേഷനൊക്കെ ആയ ആൾക്കാരാണെങ്കിൽ, ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ $, എന്നുള്ളത് നിങ്ങൾക്ക് ഇന്ത്യൻ റുപ്പി ആക്കി വെക്കാം. കാരണം നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ കയറുന്നത്, നിങ്ങളുടെ YT സ്റ്റുഡിയോയിൽ എത്രയാണോ ഡോളർ വന്ന് കിടക്കുന്നത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണത്. ഓക്കെ, അത് നമ്മുടെ സെറ്റിങ്സ് അല്ല. അപ്പോൾ പിന്നെ ഞാനത് ഇതിൻ്റെ ഒരു ഉപകാരത്തിന് വേണ്ടി പറഞ്ഞെന്നുള്ളൂ. മോണിറ്റൈസേഷൻ ആയ ആൾക്കാർക്കാണെങ്കിൽ, സാധാരണക്കാർക്ക് മനസ്സിലാത്ത ആൾക്കാർക്കാണെങ്കിൽ അത് ഇന്ത്യൻ റുപ്പി ആക്കി വെച്ചാൽ, ഇവിടെ $, എന്നുള്ളടത്ത് ഇന്ത്യൻ റുപ്പി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് എത്ര എമൗണ്ട് ആണ് നിങ്ങളുടെ ഇതിനകത്ത് കയറി കിടക്കുന്നതെന്ന് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് ചാനൽ എന്നുള്ള ഓപ്ഷൻ, ഇവിടെ ചാനൽ ജനറലിൻ്റെ അടിയിൽ ചാനൽ എന്നുള്ള നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ചാനൽ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഏറ്റവും നിങ്ങൾ ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ് ഗൈസ്, നമ്മുടെ കൺട്രി സെലക്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇവിടെ കൺട്രി നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടോ, ഇന്ത്യ കിടക്കുന്നുണ്ട്. ഇന്ത്യ തന്നെയാണ് കിടക്കേണ്ടത്. പലരുടെയും ഈ സംഭവം സെലക്ട് ചെയ്തിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് പറയുന്നത്. ഇവിടെ പല രാജ്യങ്ങൾ ഇങ്ങനെ വന്ന് കിടപ്പുണ്ടാവും കണ്ടോ, ഇവിടെ പല രാജ്യങ്ങൾ ഇങ്ങനെ വന്ന് കിടപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ നമ്മുടെ കൺട്രി സെലക്ട് ചെയ്യാത്ത ആൾക്കാർ, ഞാൻ നമ്മുടെ ചാനൽ ഗൈഡൻസ് ഒക്കെ ചെയ്ത സമയത്ത് ഒരുപാട് പേരുടെ കൺട്രി പല രീതിയിൽ കിടക്കുന്നുണ്ട്. ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇറാഖിലും അവിടെ ഇവിടെയൊക്കെ പോയി കിടക്കുന്നുണ്ട്. നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്തിടണം. ഞാൻ ഇന്ത്യ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ട, നിർബന്ധമായിട്ടും ചെയ്ത് വെക്കേണ്ട കാര്യമാണ് സെറ്റിങ്സ് തന്നെ കീവേഡ്സ് സെലക്ട് ചെയ്ത് വെക്കുക.
നമ്മുടെ ചാനലിനകത്ത് കീവേഡ് ഇട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ സെർച്ചിങ്ങിൽ വരാൻ സാധ്യതയില്ല. അപ്പോൾ ഇവിടെ ഈ കീവേഡ്സ് എന്നുള്ളിടത്ത് നമ്മുടെ ചാനൽ എങ്ങനെയാണോ സെർച്ചിങ്ങിൽ വരുന്നത് ആ കീവേഡ്സ് നമ്മൾ സെലക്ട് ചെയ്ത് വെക്കണം, ക്ലിക്ക് ചെയ്ത് വെക്കണം, എന്നിട്ട് സേവ് ചെയ്യണം. ഓക്കെ, കീവേഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചാനൽ സെർച്ചിങ്ങിൽ വരാൻ വേണ്ടി എൻ്റെ ചാനലാണെങ്കിൽ ജെ4 ടെക് മലയാളം അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ മറ്റുള്ളവർ നമ്മുടെ ചാനൽ എങ്ങനെയാണോ സെർച്ച് ചെയ്താൽ കിട്ടുന്ന ആ ഒരു മോഡലുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കീവേഡ്സിൽ ഉൾപ്പെടുത്തണം. ഓക്കെ, ഇത് രണ്ടാമത്തെ കാര്യമാണ്. ഇത് നിർബന്ധമായിട്ട് ചെയ്തു വെക്കേണ്ട കാര്യമാണ്. പിന്നെ നമ്മൾ അതിൻ്റെ തന്നെ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ അപ്പുറം കാണാം, അത് നമ്മൾ സെലക്ട് ചെയ്യാണ്. അവിടെ നിർബന്ധമായിട്ടും ചെയ്തു വെക്കേണ്ട കാര്യം, കാരണം നിങ്ങളെല്ലാവരും തെറ്റിപ്പോകുന്നൊരു കാര്യമാണ്, നിങ്ങളുടെ കുട്ടികളുടെ ചാനലായി മാറിപ്പോകുന്നൊരു കാര്യമാണ്. അതായത് ഇവിടെ മെയ്ഡ് ഫോർ കിഡ്സ്, അതായത് വാട്ട് മെയ്ഡ് ഫോർ കിഡ്സ് കണ്ടന്റ്. അപ്പോൾ നിങ്ങൾ എന്താണ് ഇവിടെ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചാണ് നിങ്ങളുടെ ചാനലിലെ റെക്കമെൻഡേഷൻ പോകുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ള സംഭവം നിങ്ങൾ സെലക്ട് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിലെ റെക്കമെൻഡേഷൻ തീരെ കുറവായിരിക്കും, നിങ്ങളുടെ ചാനലിലെ വ്യൂവിനെ വല്ലാത്ത രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യമാണത്. അപ്പോൾ അതൊരു ഉറപ്പായിട്ട് നിങ്ങൾ അത് ചെയ്ത് വെക്കണം. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതിവിടെ സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇത് ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സിൽ തന്നെ കയറിപ്പോക്കോളും. അടുത്തതായിട്ട് നമ്മൾ ബാക്ക് അടിക്കാൻ പോവുകയാണ്. ഇത്രയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഉള്ളത്. അടുത്ത് നമ്മൾ അപ്ലോഡ് ഫീച്ചേഴ്സ് എടുക്കാൻ പോവാണ്. അപ്ലോഡ് ഫീച്ചേഴ്സ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അടിയിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഇവിടെ ബേസിക് ഇൻഫോമായിട്ട് കിടക്കുന്നത് ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും കാണാം. ഓക്കെ, ഈ ടൈറ്റിലും ഡിസ്ക്രിപ്ഷൻ നമ്മൾ അടിക്കേണ്ട കാരണം വെച്ചാൽ നമ്മൾ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത് തന്നെയാണ്. കാരണം ഓരോ ചാനലിൻ്റെയും ഓരോ വീഡിയോസിൻ്റെയും ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ചേഞ്ച് ആയിരിക്കും. ഒരിക്കലും നിങ്ങളത് അടിച്ചു കൊടുക്കേണ്ടത്, അതിപ്പോൾ ആ സമയത്ത് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടതാണ്, ഇവിടെ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ അടിയിൽ വിസിബിലിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം, കണ്ടോ? ഈ വിസിബിലിറ്റി ആയിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യാണ്ട് വെക്കരുത്. ഇവിടെ നമ്മൾ അൺലിസ്റ്റഡ് ആക്കി വെക്കണം. ഓക്കെ, അൺലിസ്റ്റഡ് ആക്കി വെച്ചാൽ മാത്രമേ നമുക്ക് അത് ക്ലിയർ ആക്കി കിട്ടാനാവുള്ളൂ കേട്ടോ. അൺലിസ്റ്റഡ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം എടുക്കാം, അതായത് മറ്റുള്ളവർ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ, നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അൺലിസ്റ്റഡ് ആയിട്ട് കയറണം. അല്ലെങ്കിൽ നിങ്ങൾ അറിയാണ്ട് നിങ്ങളുടെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പേ അപ്ലോഡ് ആക്കി പോയി കഴിഞ്ഞാൽ അത് പബ്ലിക് ആയിപ്പോവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അൺലിസ്റ്റഡ് ആക്കാവുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ വീഡിയോസിലും പറയലുണ്ട്, അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അൺലിസ്റ്റഡ് ആക്കി വെച്ച് അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കി അപ്ലോഡ് ചെയ്തതിന് ശേഷമേ നിങ്ങൾ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷമേ പബ്ലിക് ആക്കാവുള്ളൂ. അതേപോലെ തന്നെ ഇത് അൺലിസ്റ്റഡ് ആക്കി വെച്ചാൽ നിങ്ങൾ അബദ്ധവശാൽ നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ആയാലും അത് അൺലിസ്റ്റഡ് ആയിട്ട് തന്നെ കിടന്നോളും, നിങ്ങൾക്ക് പ്രശ്നമില്ല. അല്ലെങ്കിൽ എഡിറ്റിംഗ് ഒന്നും കഴിയാത്ത രീതിയിൽ തന്നെ അത് അപ്ലോഡ് ആയി പോകും. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ ഇപ്പുറത്ത് അടിവശം കാണാം, സേവ് ഓപ്ഷൻ കാണാം, ഇവിടെ സേവ് അടിക്കുക. ഓക്കെ, സേവ് അടിച്ച് കഴിയുമ്പോൾ അത്രത്തോളം സേവ് ആയിട്ടുണ്ട്. പിന്നെ ഇത് ഓരോ പ്രാവശ്യം സേവ് അടിച്ചത് പിന്നെ നമ്മൾ സെറ്റിംഗ്സിൽ വരണമെന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ സെറ്റിംഗ്സ് തന്നെ കയറുന്നു. ഇവിടെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷനകത്ത് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഓട്ടോമേറ്റഡ് ഫിൽറ്റേഴ്സ്, ആഡ് മാനേജിങ് മോഡറേറ്റർ, സ്റ്റാൻഡേർഡ് മോഡറേറ്റർ, ഇതൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ അപ്ലോഡ് ഡിഫൾട്ട്സ് അപ്ലോഡിൻ്റെ അകത്ത് തന്നെ കയറി നോക്കി കഴിയുമ്പം ഗൈസ് അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് ഇത് നമ്മൾ ചെയ്തു, വിസിബിലിറ്റി നമ്മൾ സെൻഡ് ചെയ്തു. അടുത്തായിട്ട് നമ്മൾ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അഡ്വാൻസ് സെറ്റിംഗ്സിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം അവിടെ നിങ്ങൾക്ക് കാണാം യൂട്യൂബ് ലൈസൻസ് എന്നുള്ളിടത്ത് യൂട്യൂബ് ലൈസൻസ് ആക്കി വെക്കണം. അതായത് സ്റ്റാൻഡേർഡ് യൂട്യൂബ് ലൈസൻസ് ആക്കണം. നിങ്ങൾ ഒരിക്കലും ക്രിയേറ്റീവ് കോമൺസ് എന്നുള്ള സംഭവം ആക്കി വെക്കരുത്. കാരണം ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോസ് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ തന്നെ ആൾക്കാർക്ക് അത് നമുക്കൊന്നും അതിന് പ്രതികരിക്കാനാകത്തില്ല. ആൾക്കാർക്ക് ആർക്ക് വേണമെങ്കിലും നമ്മുടെ വീഡിയോ അടിച്ചുകൊണ്ട് പോകാനാവും. അതുകൊണ്ട് അത് ചെയ്യരുത്. അപ്പോൾ സ്റ്റാൻഡേർഡ് യൂട്യൂബ് ലൈസൻസ് ആക്കി വെക്കണം. പിന്നെ വീഡിയോ ലാംഗ്വേജ് ഇവിടെ സെലക്ട് ചെയ്തിട്ടില്ല, കണ്ടോ? ഇവിടെ വീഡിയോ ലാംഗ്വേജ് സെലക്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ മലയാളത്തിലുള്ള വീഡിയോസ് മലയാളത്തിലുള്ള ഓഡിയൻസിനെ തന്നെ കൂടുതലായിട്ട് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ലാംഗ്വേജ് സെലക്ട് ചെയ്യണം. മലയാളം സെലക്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ നമ്മൾ മലയാളം സെലക്ട് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ലാംഗ്വേജ് മലയാളം ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ മലയാളത്തിൽ ചെയ്യുന്ന ആൾക്കാർ മാത്രം മലയാളം ചെയ്താൽ മതി. അപ്പോൾ ഗൈസ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ് ഇവിടെ എടുത്തിട്ട് ഇതും മലയാളത്തിലോ ഇംഗ്ലീഷിലോ നിങ്ങൾ ഏത് ഭാഷയിലാണോ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത്, ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൂടുതൽ ഇംഗ്ലീഷ് ആയിരിക്കും കൊടുക്കുന്നത് കേട്ടോ. കൊടുക്കാം. പിന്നെ നമുക്ക് അടുത്തായിട്ട് വരുന്ന കാറ്റഗറിയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് കാറ്റഗറി നമ്മൾ ഏത് ടൈപ്പ് വീഡിയോസാണ് ചെയ്യുന്നത് ആ കാറ്റഗറി നമുക്ക് സെലക്ട് കൊടുക്കാം. നമ്മളിവിടെ അതായത് ഫാമിലി വ്ലോഗ് പോലത്തെ വീഡിയോസാണ് ചെയ്യുന്നത്, അതായത് ടെക് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ നമ്മുടെ ചാനലാണെങ്കിൽ ടെക് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ടെക് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ നമ്മൾ എഡ്യൂക്കേഷൻ ഞാൻ കൊടുത്തു. അപ്പോൾ നമുക്ക് ഫാമിലി വ്ലോഗൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണ് പീപ്പിൾ ആൻഡ് വ്ലോഗ്സ്, ഷോർട്സിനൊക്കെ എൻ്റർടൈൻമെൻ്റ് ഒക്കെയാണ് വരിക. അപ്പോൾ ഞാനിവിടെ ടെക് വീഡിയോസാണ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ എഡ്യൂക്കേഷനുള്ള ഇത് കൊടുത്തു. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ക്യാപ്ഷൻ സർട്ടിഫിക്കേഷനാണ്. അത് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല, അതൊക്കെ യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്നുള്ളതാണ്. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് കേട്ടോ.
ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ചെയ്ത് വെക്കേണ്ടത്. ഇത് ചെയ്തതിന് ശേഷം നമ്മളത് സേവ് ചെയ്യണം. അവിടെ ഒരു സേവ് ഓപ്ഷൻ കാണാം, അത് കണ്ടോ, ഇവിടെ സേവ് ഓപ്ഷൻ ഉണ്ട്, ഇവിടെ സേവ് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ 100% ഉറപ്പാണ് നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ, അതായത് കണ്ടന്റ്, തമ്പനയില്, ക്യാപ്ഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ മര്യാദ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീഡിയോ ഉറപ്പായിട്ടും വൈറലാവും. കണ്ടിന്യൂസ് ആയിട്ട് നല്ല എന്താ പറയുക, നല്ല മനസ്സിൽ തട്ടിയിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോ ഉറപ്പായിട്ടും കയറും. ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തു വെക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഒരുപാട് പേരുടെ ഞാൻ ഇങ്ങനെ കയറി നോക്കുന്നതിനിടയിൽ എനിക്കിങ്ങനെ ഒരുപാട് മിസ്സിങ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യാത്ത ഒരുപാട് പേരുണ്ടാവും, ഇതൊന്നും ക്ലിയർ ആക്കാത്ത ഒരുപാട് പേരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്തേക്കണം. പിന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയലില്ല നമ്മുടെ വീഡിയോനകത്ത്. നിങ്ങളുടെ മനസ്സിൽ നിന്ന് വരുന്നതാണ് ഈ ലൈക്കും കമൻറ്റൊക്കെ. അത് നമുക്ക് നിർബന്ധിച്ച് ചെയ്യിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങൾ ലൈക്ക് ചെയ്യും, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാനൊന്നും പറയില്ല വീഡിയോയിലൊന്നും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. ഇനി ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ള എന്തെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായമായിട്ട് കമൻറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ ആ വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ആവശ്യപ്പെടുന്ന വീഡിയോസാണ് കൂടുതലായിട്ട് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പറഞ്ഞ് ബോറടിപ്പിച്ചുകൊണ്ട് പോകുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നാളത്തെ വീഡിയോ കാണാം. അതുവരെ ബൈ.